നമസ്കാരം, നിങ്ങൾക്കെല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിൻ്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി പരിഗണിക്കാൻ സാധിക്കുന്ന ഏതാനും നല്ല സ്റ്റോക്കുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്ന എല്ലാ സ്റ്റോക്കുകളും നിഫ്റ്റി 50-ലെ സ്റ്റോക്കാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമുക്ക് നമ്മളെപ്പോഴും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യമേ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തേണ്ടതായിട്ടുണ്ട് സ്റ്റോക്കിൻ്റെ. അതിനുശേഷം ടെക്നിക്കൽ അനാലിസിസ് നടത്തി നല്ല എൻട്രി റീജൻസ് കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അപ്പം ഇവിടെ നമ്മൾ നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ ആയതുകൊണ്ട് തന്നെ അത് നല്ല ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയതുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിഫ്റ്റി 50-ൽ ഇപ്പോഴും ഈ ഒരു സ്റ്റോക്കുകൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നടത്തി ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ നമുക്ക് എൻട്രീസ് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നിങ്ങൾ ഏത് സ്റ്റോക്കിൽ ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്താൻ അറിയത്തില്ലെങ്കിൽ അതിന് വേണ്ടിയുള്ള വീഡിയോസ് നമ്മൾ വീഡിയോ ട്യൂട്ടോറിയൽസ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ പോയി നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റോക്ക് പവർ ഗ്രിഡ് ആണ്. വീക്കിലി ക്യാൻഡിൽ സ്റ്റിക്ക് ചാർട്ടാണ് ഞാനിവിടെ ഓപ്പൺ ആക്കിയിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ട്രെൻഡ് ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു സ്റ്റോക്ക് 2020 തൊട്ട് നമ്മുടെ ഇപ്പം ഈ ഒരു 2022 സെപ്റ്റംബർ മാസം വരെ അതിമനോഹരമായിട്ട് സ്റ്റോക്ക് ഒരു അപ് ട്രെൻഡിൽ ഈ ഒരു ട്രെൻഡ് ലൈനെ സപ്പോർട്ട് എടുത്ത് ഒരു അപ്സൈഡ് മൊമെൻറ്റം തരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ ഒരു റീജിയണിൽ നമുക്കൊരു ട്രെൻഡ് ലൈൻ്റെ ആ റീജിയണിൽ വീണ്ടും എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി ഇത് ട്രേഡ് ചെയ്യുന്നത് 222.90 എന്ന പ്രൈസിലാണ് ഇപ്പം ട്രേഡ് ചെയ്യുന്ന പവർ ഗ്രിഡ്. അപ്പോൾ നമുക്ക് 200, 210 ഈ റീജിയണിൽ നമുക്ക് ഈ പവർ ഗ്രിഡിൻ്റെ കുറച്ച് സ്റ്റോക്ക് ലോങ് ടൈമിലേക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇനി നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് റിലയൻസ്. അപ്പോൾ റിലയൻസിൻ്റെ ജസ്റ്റ് സപ്പോർട്ട് റീജിയൻ ഒന്ന് മനസ്സിലാക്കുക. ഈ ഒരു റീജിയണിൽ നമ്മളൊരു ട്രെൻഡ് ലൈൻ ഒരു ഹൊറിസോണ്ടൽ സപ്പോർട്ട് റീജിയൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ സാധിക്കും നമുക്ക് 2020 തൊട്ട് ഈ ഒരു റീജിയണിൽ റെസിസ്റ്റൻസ് എടുക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ബ്രേക്ക് ഔട്ട് തന്നു. അതിനുശേഷം ഇത് സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ സ്റ്റോക്ക് ഈ ഒരു ടൈം പീരീഡിൽ ഈ ഒരു സ്റ്റോക്ക് സൈഡ് വേസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം നമുക്ക് ഈ ഒരു റീജിയൻ നല്ലൊരു റീജിയനാണ്, ബൈയിങ് റീജിയൻ. ഈ താഴത്തെ ഒരു സപ്പോർട്ട് റീജിയൻ നല്ലൊരു ബൈയിങ് റീജിയനാണ്. ഇപ്പോൾ കറൻറ്റ്ലി 2569 ഇപ്പം ഈ ഒരു റിലയൻസ് ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിലേക്കൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിലും എൻട്രി കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. 2300, 400 നല്ല ബെസ്റ്റ് എൻട്രി പ്രൈസാണ് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പോൾ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകളിൽ പ്രൈസ് കറക്ഷൻ ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ നല്ല പ്രൈസ് താന്ന് കിട്ടുമ്പോഴാണ് നമ്മൾ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പം നമുക്ക് ഫ്യൂച്ചറിലേക്ക് പോകുമ്പോൾ നല്ല റിട്ടേൺ നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പം ഈ ഒരു സ്റ്റോക്കിലും നമുക്ക് ഈ ഒരു റീജിയനൊക്കെ ബ്രേക്ക് ഔട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ഒരു അപ്സൈഡ് മൊമെൻറ്റം തരാം. അപ്പം ഇതിന് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്ത് വേണമെങ്കിൽ എൻട്രി എടുക്കാം. അല്ലെങ്കിൽ ഈ ഒരു റീജിയനിൽ ചെറിയൊരു ക്വാണ്ടിറ്റിയൊക്കെ ആഡ് ചെയ്ത് താഴോട്ട് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ താഴോട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് കറക്റ്റായിട്ട് ക്വാണ്ടിറ്റി ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇൻ കേസ് നമ്മുടെ ആ പ്രൈസിലേക്ക് വന്നില്ലെങ്കിൽ നമുക്ക് ഒരു പ്രോഫിറ്റ് തന്നെയാണ് കിട്ടാനും ചാൻസ് ഉള്ളൂ. അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പം നിങ്ങൾക്ക് ഏറ്റവും നല്ല സ്റ്റോക്ക് ബ്രോക്കേഴ്സാണ് അപ്സ്റ്റോക്സ്, സെറോദ. അപ്പോൾ നിങ്ങൾക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ ഒരു ഡിമാറ്റ് അക്കൗണ്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെ സ്വിംഗ് ട്രേഡിങ് ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ അതിനുവേണ്ടി മറ്റൊരു സ്റ്റോക്ക് ബ്രോക്കറും ഉപയോഗിക്കുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. അപ്പം നമുക്ക് അപ്സ്റ്റോക്സ്, സെറോദയാണ് ഏറ്റവും നല്ല ഫ്രീ ഡിസ്കൗണ്ട് ബ്രോക്കേഴ്സ്. അപ്പം അതിൻ്റെ അകത്ത് എങ്ങനെ അക്കൗണ്ട് ഓപ്പൺ ആക്കാമെന്നും അതുപോലെ തന്നെ എങ്ങനെ സ്റ്റോക്ക് വാങ്ങാനും വിൽക്കാനും ഒക്കെ സാധിക്കുന്നുള്ള വീഡിയോ ട്യൂട്ടോറിയൽസൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോസ് എല്ലാം നമുക്ക് ട്യൂട്ടോറിയൽ വീഡിയോസ് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിൻ്റെയൊക്കെ അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്കും താഴെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു സ്റ്റോക്ക് ബ്രോക്കേഴ്സിൽ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ആക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റോക്കാണ് സൺഫാർമ. അപ്പോൾ സൺഫാർമയും നമുക്കിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ റിലയൻസിൻ്റെ ആ ഒരു മൊമെൻറ്റ് തന്നെയാണ് ഇപ്പം ഈ ഒരു റീജിയനിൽ കാണിക്കുന്നത്. അപ്പം സ്റ്റോക്ക് ഈ ഒരു റീജിയണിൽ നിന്ന് അപ് ട്രെൻഡ് ആയിരുന്നു 2020 തൊട്ട് 2021 ജൂലൈ, ഓഗസ്റ്റ് മാസം വരെ. അതിനുശേഷം ചെറിയ രീതിയിലൊരു സൈഡ് വേസിലേക്ക് പോയിട്ടുണ്ട്. ചെറിയ രീതിയിലൊരു സൈഡ് വേസിലാണ് മൂവ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റീജിയൺ ബ്രേക്ക് ഔട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും നല്ലൊരു അപ്സൈഡ് മൂവ്മെൻറ്റ് ഒക്കെ തരാം. അപ്പോൾ 890 ഇപ്പോൾ ലാസ്റ്റ് സൺഫാർമ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു റീജിയനിൽ വേണമെങ്കിൽ ചെറിയൊരു ക്വാണ്ടിറ്റി ആഡ് ചെയ്യാം. അതിനുശേഷം കറക്റ്റായിട്ട് ഈ ഒരു സപ്പോർട്ട് റീജിയൻ നല്ലൊരു വാലുവേഷൻ തരുന്ന ഒരു റീജിയനാണ്. അപ്പോൾ നമുക്കൊരു 800 റീജിയനിലൊക്കെ നമുക്ക് സൺഫാർമ കിട്ടുവാണ്. 800, 820 റീജിയനിലൊക്കെ കിട്ടുവാണെങ്കിൽ തീർച്ചയായിട്ടും സൺഫാർമ വീണ്ടും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ലോങ് ടൈമിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് നടത്തണമെങ്കിൽ ഫണ്ടമെൻ്റൽ അനാലിസിസ് ടിക്കർ ടേപ്പ് എന്ന ആപ്ലിക്കേഷനിൽ പോയിട്ട് പി റേഷ്യോ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് ഈ കാര്യങ്ങളൊക്കെ പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് അതൊക്കെ നോക്കി പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം നമ്മൾ നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ വേണമെങ്കിൽ നല്ല സപ്പോർട്ട് റീജിയൻസിൽ എൻട്രി എടുത്തിട്ട് വീണ്ടും അവിടെ നിന്നൊരു കറക്ഷൻ ഉണ്ടായിക്കഴിഞ്ഞാലും അല്ലെങ്കിൽ ആ ഒരു സപ്പോർട്ട് റീജിയൻ ബ്രേക്ക് ചെയ്ത് ഔട്ട് പോരുകയാണെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ആവറേജ് ചെയ്തൊക്കെ കൊടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ബാക്കിയുള്ള ചെറിയ സ്റ്റോക്കുകളൊന്നും ആവറേജ് ചെയ്യാതിരിക്കുക, കൃത്യമായിട്ട് സ്റ്റോപ്പ് ലോസ് ഇട്ട് എക്സിറ്റ് ആകുക. പക്ഷേ നിഫ്റ്റി 50-ലെ സ്റ്റോക്കുകൾ അല്ലെങ്കിൽ ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ നല്ല ചീപ്പ് റേറ്റിൽ വാങ്ങി നമ്മുടെ പോർട്ട്ഫോളിയോയിൽ വെക്കാൻ നോക്കുക. ഇനി നമ്മുടെ അടുത്ത സ്റ്റോക്കാണ് ടെക് മഹീന്ദ്ര. അപ്പോൾ ടെക് മഹീന്ദ്ര
1800 ടച്ച് ചെയ്ത ഒരു സ്റ്റോക്കാണ്. നമുക്കിവിടെ കാണാൻ സാധിക്കും ഈ ഒരു റീജിയൻ നല്ലൊരു കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു റീജിയനിൽ നിന്ന് ഒരു അപ്സൈഡ് മൊമെൻറ്റം തന്നത്. അതൊരു സ്ട്രോങ് ആയിട്ട് നല്ല സ്പീഡായിട്ടുള്ളൊരു മൊമെൻറ്റം ആയിരുന്നു. അപ്പം ഈ ഒരു 1100 റീജിയനിൽ നിന്ന് 1800 വരെയുള്ള ഒരു മൊമെൻറ്റമാണ് തന്നത്. അതിനുശേഷം അവിടെ നിന്ന് ഡൗൺ ട്രെൻഡിൽ സ്റ്റോക്ക് വീണ്ടും താഴോട്ട് പോന്നു, ഡൗൺ ട്രെൻഡിലായി താഴോട്ട് പോന്നു. അതിനുശേഷം ഈ ഒരു റീജിയനിൽ സപ്പോർട്ട് എടുക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു റീജിയനിൽ ഈ ഒരു സ്റ്റോക്ക് കുറച്ചും കൂടെ കൺസോൾഡേറ്റ് ചെയ്തിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരികയാണെങ്കിൽ വീണ്ടും നല്ലൊരു അപ്സൈഡ് മൊമെൻറ്റം തരാം. ജസ്റ്റ് ഈ ഹൈ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു 80% റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് തരാം. അപ്പോൾ നല്ല ഒരു സ്ട്രെങ്ത് ഉള്ള സ്റ്റോക്കാണ്. അപ്പോൾ മാർക്കറ്റിൽ ഇങ്ങനെയുള്ള നല്ല വാലുവേഷനിൽ കിട്ടുന്ന സ്റ്റോക്കുകൾ പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്യാൻ നോക്കാം. അപ്പം ഈ ഒരു സ്റ്റോക്കും 1126 ഇപ്പോൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. നമുക്കൊരു 1100 റീജിയന് 1100 റീജിയനിൽ ഈ ഒരു സ്റ്റോക്കിലും കുറച്ച് സ്റ്റോക്സ് പോർട്ട്ഫോളിയോയിൽ ആഡ് ചെയ്ത് വെക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ എപ്പോഴും ആഡ് ചെയ്യുമ്പോഴത്തേനും ഒരേ ഒരു സ്റ്റോക്കിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യാതെ പല സെക്ടറിലുള്ള സ്റ്റോക്കുകളിലും നമ്മുടെ എമൗണ്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമ്മുടെ ഒരു ടെലിഗ്രാം ചാനലുണ്ട്. ആ ടെലിഗ്രാം ചാനൽ ഈ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ലഭിക്കും. അവിടെ പോയി ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നമ്മൾ കൂടുതലായിട്ട് സ്വിംഗ് ട്രേഡിംഗ് പിക്സ് കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഈ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി. തീർച്ചയായിട്ടും ഒരു കാര്യം ഓർത്തിരിക്കുക, മാർക്കറ്റിൽ പതിയെ നമ്മുടെ പ്രോഫിറ്റ് എടുക്കാൻ നോക്കുക. ഒറ്റയടിക്ക് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാനൊന്നും നോക്കരുത്. പതിയെ ക്യാപിറ്റൽ കൂട്ടി എടുക്കുകയും പതിയെ നമ്മുടെ പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യാനും നോക്കുക. അങ്ങനെയാണെങ്കിൽ ലോങ് ടൈമിലേക്ക് നല്ല വെൽത്ത് കിട്ടും. അതല്ലാതെ ഒറ്റയടിക്ക് ചെറിയ എമൗണ്ട് ഇട്ടിട്ട് വലിയൊരു എമൗണ്ട് ആക്കി മാറ്റാനുള്ള ആ രീതിയിലുള്ള ട്രേഡിംഗ് മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് ക്ലിയർ ആയിട്ട് ആലോചിച്ചിട്ട് മാത്രം മാർക്കറ്റിലേക്ക്